നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും കേരള പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചാലു നോക്കാം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെ ചെറുതും വലുതുമായ വാർത്തകളിലേക്ക്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നിന്നോ, ഗ്രാമം, നഗരം അല്ലെങ്കിൽ മൊഹല്ലയിൽ നിന്നോ ആണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്ത് നിർബന്ധമായും അറിയിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗ്രാമം, നഗരം, മൊഹല്ലയിലെ വാർത്തകൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിയും. വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ അത്യാവശ്യമാണ്. മുണ്ടത്തിക്കോട് സ്ഫോടനത്തിന് ശേഷം എടുത്ത ഒരു ചരിത്രപരമായ തീരുമാനത്തിൽ തൃശൂർ കളക്ടറേറ്റിൽ നടന്ന ഉന്നതതല യോഗം ഈ വർഷത്തെ തൃശൂർ പൂരം അതിന്റെ പ്രശസ്തമായ പടക്ക പ്രദർശനം ഇല്ലാതെ നടത്തുമെന്ന് തീരുമാനിച്ചു. പൊതുസുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിനായി സാമ്പിളും മുഖ്യവുമായ എല്ലാ തരത്തിലുള്ള പടക്കങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. തൃശൂർ പൂരം ഉത്സവത്തിനിടെ പ്രശസ്തമായ കുടമാറ്റം ചടങ്ങ് ഗണ്യമായി ചുരുക്കാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു. സാധാരണയായി തെക്കിങ്കാട് മൈതാനിയിൽ ആയിരക്കണക്കിന് കാണികളെ ആകർഷിക്കുന്ന നിറമാർന്ന കുടകളുടെ കൈമാറ്റം ഇനി 15 മിനിറ്റുള്ള ചുരുങ്ങിയ സെഷനിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തും. അതിൽ 10 സെറ്റ് കുടകൾ മാത്രം ഉപയോഗിക്കും. മുണ്ടത്തിക്കോട് സ്ഫോടന സ്ഥലത്ത് തിരച്ചിൽ പ്രവർത്തനങ്ങൾ ഇന്ന് കൂടുതൽ ശക്തമാക്കി. സമീപത്തെ ഒരു നെൽവയലിൽ നിന്ന് മുറിഞ്ഞ മനുഷ്യതല പോലീസ് കണ്ടെടുത്തതിനെ തുടർന്ന് സ്ഫോടനത്തിന്റെ ശക്തിയാൽ ചിതറിപ്പോയ ശരീരാവയവങ്ങൾ കണ്ടെത്തുന്നതിനായി പ്രത്യേകമായി പരിശീലിപ്പിച്ച കാടവർ നായകളെ വിന്യസിച്ചിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധർ സ്ഫോടനത്തിന്റെ അത്യധികം തീവ്രത ശ്രദ്ധയിൽപ്പെടുത്തി സ്ഥലത്തെ ഒരു വലിയ ദുരന്ത കേന്ദ്രവുമായി താരതമ്യം ചെയ്തു. കേരള സംസ്ഥാന ലോട്ടറി വകുപ്പ് ഇന്ന് തിരുവനന്തപുരമിൽ കരുണ്യ പ്ലസ് KN620 ഡ്രോയുടെ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 1 കോടി രൂപയുടെ ഒന്നാം സമ്മാനം എറണാകുളത്തെ ഒരു ടിക്കറ്റ് ഉടമയ്ക്ക് PO 384654 നമ്പറോടെ ലഭിച്ചു. 30 ലക്ഷം രൂപയുടെ രണ്ടാം സമ്മാനം ആലപ്പുഴയിലെ ഒരു ഭാഗ്യശാലിക്കാണ് ലഭിച്ചത്. സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ ദുഃഖാന്തരീക്ഷം നിലനിൽക്കുമ്പോഴും ലോട്ടറി പ്രധാന വരുമാന സ്രോതസ്സായി തുടരുന്നു. തൃശൂർ ദുരന്തത്തിൽ ഉൾപ്പെട്ട പടക്ക നിർമ്മാണ യൂണിറ്റിന്റെ ലൈസൻസ് ഉടമയെ അനുമതി പരിധിയേക്കാൾ വളരെ കൂടുതലായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിന്റെ പേരിൽ കേരള പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ സ്ഥാപനത്തിൽ 300 കിലോഗ്രാമിലധികം പൊട്ടാത്ത വസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തി അവ ഇന്ന് പിടിച്ചെടുത്തു. സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ഈ ഗുരുതര ലംഘനമാണ് ഉയർന്ന മരണനിരക്കും വൻതോതിലുള്ള ആകസ്മിക സ്ഫോടനത്തിനും പ്രധാന കാരണമെന്നായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അഞ്ഞാരക്കണ്ടി ഡെന്റൽ കോളേജിൽ ഇന്ന് സംഘർഷാവസ്ഥയുണ്ടായി. യൂത്ത് ലീഗ് പ്രവർത്തകർ ക്യാമ്പസിലേക്ക് കയറാൻ ശ്രമിച്ചതോടെ മെച്ചപ്പെട്ട സൌകര്യങ്ങളും അടിയന്തര ഭരണപരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട പ്രതിഷേധക്കാർ ഗേറ്റിൽ വിന്യസിച്ചിരുന്ന പോലീസുമായി കടുത്ത ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടു. ഉദ്യോഗസ്ഥർ തിരക്ക് പിരിച്ചുവിടാൻ ബലം പ്രയോഗിച്ചു. ഇതിന്റെ ഫലമായി ചെറിയ സംഘർഷവും പ്രദേശത്ത് മണിക്കൂറുകളോളം ഗതാഗത തടസ്സവുമുണ്ടായി. പിന്നീട് സ്ഥിതി നിയന്ത്രണത്തിലായി. കോഴിക്കോട് സിറ്റി പോലീസ് മൂഴിക്കൽ കൊലപാതക കേസിൽ വലിയ മുന്നേറ്റം കൈവരിച്ചു. കൊല്ലപ്പെട്ട അദ്നാനെ കൊലപ്പെടുത്തിയത് അവന്റെ ഒരു പരിചിതനാണെന്ന് സ്ഥിരീകരിച്ചു. സംഭവത്തിനുടൻ ശേഷം പ്രതിയുടെ കൈവശം ഇരയുടെ ഫോൺ ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. കുറ്റം മറയ്ക്കുന്നതിനായി മൃതദേഹം ഒരു കിണറ്റിൽ തള്ളിയതായാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. പ്രതി നിലവിൽ കസ്റ്റഡിയിലാണെന്നും കൃത്യമായ ഉദ്ദേശം കണ്ടെത്തുന്നതിനായി തുടർ ചോദ്യം ചെയ്യൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. മുണ്ടത്തിക്കോട് പടക്ക സ്ഫോടനത്തിലെ ഒരു ഇരയുടെ 74 വയസ്സുള്ള അമ്മ ഗൌരി ഇന്ന് അന്തരിച്ചു. അവരുടെ മകൻ ഗിരി ചൊവ്വാഴ്ച നടന്ന സ്ഫോടനത്തിൽ മരിച്ചവരിൽ ഒരാളായിരുന്നു. അവർ നേരത്തെ അസുഖബാധിതയായിരുന്നുവെങ്കിലും മകന്റെ ദാരുണമായ മരണവാർത്തയ്ക്ക് ശേഷം ആരോഗ്യനില ഗണ്യമായി മോശമാവുകയായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. അവരുടെ മരണം ഇന്ന് കൊട്ടപ്പുറം പ്രദേശത്തെ സമൂഹത്തിൽ ദുഃഖത്തിന്റെ മറ്റൊരു പാളി കൂടി ചേർത്തു. കേരളത്തിൽ തെക്കൻ ജില്ലകളിൽ ചൂടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ പെട്ടെന്ന് വർദ്ധിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഉന്നത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. താപനില ഏകദേശം 38 ഡിഗ്രി സെൽഷ്യസിന് ചുറ്റും തുടരുന്നതിനാൽ ജലക്ഷാമവും ഹീറ്റ് എക്സോസ്റ്റിനും അനുഭവിക്കുന്ന രോഗികളുടെ എണ്ണം ആശുപത്രികളിൽ വർദ്ധിച്ചിട്ടുണ്ട്. 12 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഒഴിവാക്കാനും ഹീറ്റ് സ്ട്രോക്ക് ഒഴിവാക്കാൻ മതിയായ വെള്ളം കുടിക്കാനും സർക്കാർ പൌരന്മാരോട് നിർദ്ദേശിച്ചു. കേരള ജല അതോറിറ്റി കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത 58 മണിക്കൂറിനുള്ളിൽ നിശ്ചയിച്ച ജലവിതരണ തടസ്സങ്ങൾ പ്രഖ്യാപിച്ചു. ആലുവയിലെ പ്രധാന ട്രാൻസ്മിഷൻ പൈപ്പുകളിൽ അടിയന്തര പരിപാലന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ഈ താൽക്കാലിക അടച്ചുപൂട്ടൽ ആവശ്യമാണ്. താമസക്കാർ ആവശ്യത്തിന് വെള്ളം സംഭരിക്കുകയും സംയമിതമായി ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അനിയമിതമായ കാലാവസ്ഥാ മാതൃകകൾ കാരണം ഈ സീസണിൽ സുഗന്ധവ്യഞ്ജന ഉൽപാദനത്തിൽ ശ്രദ്ധേയമായ ഇടിവുണ്ടായതായി സംസ്ഥാന കൃഷിവകുപ്പ് റിപ്പോർട്ട് ചെയ്തു. വയനാട്ടിൽ കുരുമുളകും ഏലക്കയും കൃഷി ചെയ്യുന്ന കർഷകർ വലിയ നഷ്ടം നേരിടുന്നു. പ്രീ മൺസൂൺ മഴയുടെ കുറവ് വിളപ്പിറവിയെ ബാധിച്ചതിനാൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ ഉൽപാദന നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ബാധിത കർഷകരെ സഹായിക്കാൻ നഷ്ടപരിഹാര പാക്കേജ് സർക്കാർ പരിഗണിച്ചുവരുന്നു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് യാത്രക്കാർക്കായി ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി കൂടുതൽ ഇലക്ട്രിക് ഫീഡർ ബസ്സുകൾ ആരംഭിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു. പുതിയ ബസ് നിര ആലുവയും എടപ്പള്ളിയും ഉൾപ്പെടെയുള്ള പ്രധാന സ്റ്റേഷനുകളിൽ നിന്ന് സമീപവാസ കേന്ദ്രങ്ങളിലേക്ക് സർവീസ് നടത്തും. ഹരിത ഊർജ്ജം പ്രോത്സാഹിപ്പിക്കുകയും കാർബൺ ഉത്സർജനം കുറയ്ക്കുകയും ചെയ്യുന്നതിനുള്ള സംസ്ഥാനത്തിന്റെ വിപുലമായ ദൌത്യത്തിന്റെ ഭാഗമാണ് ഈ പദ്ധതി. അടുത്ത മാസം അവസാനം വരെ ഈ സേവനം പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷ. ഇതോടെ യാത്രാനുഭവം കൂടുതൽ സുഗമമാകും.
ഇടുക്കിയിൽ പരിസ്ഥിതി പ്രവർത്തകർ മൂന്നാർ ഹിൽ സ്റ്റേഷന്റെ സമീപമുള്ള വനഭൂമിയിൽ വർദ്ധിച്ചുവരുന്ന കയ്യേറ്റങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പരിസ്ഥിതി ലഹാസം അത്യന്തം സംവേദനക്ഷമമായ മേഖലകളിൽ നിരവധി അനധികൃത നിർമ്മാണങ്ങൾ ഉണ്ടായതായി പുതിയ സർവേകൾ സൂചിപ്പിക്കുന്നു. ഈ ലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് വനം വകുപ്പ് ഉറപ്പു നൽകിയതോടൊപ്പം ഒഴിപ്പിക്കൽ നോട്ടീസുകൾ നൽകി തുടങ്ങി. പുതിയ അധ്യയന വർഷത്തിനു മുമ്പായി സ്കൂൾ ബസ്സുകളുടെ സുരക്ഷയെക്കുറിച്ച് സംസ്ഥാന സർക്കാരിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേരള ഹൈക്കോടതി ഇന്ന് നിർദ്ദേശം നൽകി. കുട്ടികളെ കൊണ്ടുപോകുന്ന എല്ലാ വാഹനങ്ങളും മോട്ടോർ വാഹന വകുപ്പ് പുറപ്പെടുവിച്ച സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കോടതി ഊന്നിപ്പറഞ്ഞു. സ്വകാര്യ സ്കൂൾ വാനുകളുടെ മോശം പരിപാലനവും അടിയന്തര പുറപ്പെടൽ സൌകര്യങ്ങളുടെ അഭാവവും സംബന്ധിച്ച നിരവധി പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് ഈ നടപടി. ഇന്ത്യൻ സ്പൈസസ് ബോർഡ് ഇന്ന് കേരളത്തിലെ പ്രധാന സുഗന്ധവ്യഞ്ജനങ്ങളുടെ നിലവിലെ വിപണി വിലകൾ പ്രഖ്യാപിച്ചു. ഉയർന്ന ഗുണമേന്മയുള്ള ഏലക്കയുടെ വിലയിൽ ചെറിയ വർധനവ് രേഖപ്പെടുത്തി. സിംഗ്ടാം ഗാംഗ്ടോക്ക് വിപണികളിൽ ബഡദാന ഇനങ്ങളുടെ നിരക്കുകൾ ഉയർന്ന കയറ്റുമതി ആവശ്യത്തെ തുടർന്ന് വർദ്ധിച്ചു. എന്നാൽ ആഭ്യന്തര വിതരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനാൽ ഇടുക്കിയിലെ പ്രാദേശിക വ്യാപാരികൾ ജാഗ്രത പുലർത്തുകയാണ്. ഉപഭോക്താക്കൾക്കായി വില സ്ഥിരത ഉറപ്പാക്കാൻ ബോർഡ് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുവരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ പൈതൃക കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണത്തിനായി സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചു. നഗരത്തിന്റെ വാസ്തുശില്പ പൈതൃകം സംരക്ഷിക്കുകയും ഈ കെട്ടിടങ്ങളെ സാംസ്കാരിക കേന്ദ്രങ്ങളായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പഴയ സർക്കാർ ഓഫീസുകളും ശിഥിലമായ ചരിത്ര സ്മാരകങ്ങളും നവീകരിക്കുന്നതിലാണ് പദ്ധതിയുടെ ആദ്യഘട്ടം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പുരാവസ്തു വകുപ്പിലെ വിദഗ്ധർ പ്രത്യേക പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കും. കൊല്ലം തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ കെറോസിൻ, ഔട്ട്ബോർഡ് എഞ്ചിനുകൾ എന്നിവയ്ക്കുള്ള സംസ്ഥാന സർക്കാർ സബ്സിഡി പ്രഖ്യാപനത്തെ തുടർന്ന് ആശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ധനവില വർദ്ധിച്ചതിനാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ആഴക്കടലിലേക്ക് പോകുന്നത് ഏറെ ബുദ്ധിമുട്ടായിരുന്നു. പുതിയ സബ്സിഡിയിലൂടെ കടലിൽ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടാതെ തീരദേശ മേഖലയിൽ പുതിയ കോൾഡ് സ്റ്റോറേജ് സൌകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികളും പരിഗണനയിലാണ്. മനുഷ്യവാസ കേന്ദ്രങ്ങൾക്ക് സമീപം വന്യജീവികളുടെ സാന്നിധ്യം വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്ന് പെരിയാർ കടുവ സങ്കേതത്തിന്റെ ബഫർ സോണിൽ രാത്രി പട്രോളിംഗ് കേരള വനം വകുപ്പ് ശക്തമാക്കി. കാട്ടാനകൾ പ്രധാന റോഡുകൾ മുറിച്ചുകടക്കുന്നതിനാൽ രാത്രികാലങ്ങളിൽ ജാഗ്രത പാലിക്കാൻ നാട്ടുകാരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാനും മൃഗങ്ങളുടെയും കർഷകരുടെയും സുരക്ഷ ഉറപ്പാക്കാനുമായി സോളാർ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വേലികൾ സംവേദനക്ഷമമായ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചുവരികയാണ്. മലപ്പുറത്ത് ഇന്ന് ഒരു വലിയ ഡിജിറ്റൽ സാക്ഷരതാ ക്യാമ്പയിൻ ആരംഭിച്ചു. മുതിർന്ന പൌരന്മാർക്ക് ഓൺലൈൻ ബാങ്കിംഗ്, സർക്കാർ സേവനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനം നൽകുക എന്നതാണ് ലക്ഷ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ വാരാന്ത്യ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കും. ഡിജിറ്റൽ വിടവ് കുറയ്ക്കുന്നതിനായി പ്രാദേശിക കോളേജുകളിലെ വിദ്യാർത്ഥികൾ സന്നദ്ധ പരിശീലകരായി പങ്കെടുക്കുന്നു. സാധ്യതയുള്ള ലോഡ് ഷെഡിംഗ് ഒഴിവാക്കുന്നതിനായി പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്ന് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചു. ജലവൈദ്യുത സംഭരണികളിലെ ജലനിരപ്പ് കുറഞ്ഞതും എയർ കണ്ടീഷനിംഗ് ആവശ്യകത വർദ്ധിച്ചതും ഗ്രിഡിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ട്. നിലവിലെ ആവശ്യങ്ങൾ നിറവേറ്റാനും വീടുകളിൽ തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണം ഉറപ്പാക്കാനും കേന്ദ്ര പൂളിൽ നിന്ന് അധിക വൈദ്യുതി വാങ്ങാനുള്ള സാധ്യത ബോർഡ് പരിശോധിച്ചുവരുന്നു. ൂരിൽ നഗരമാലിന്യ പ്രശ്നം നേരിടുന്നതിനായി ജില്ലാ ഭരണകൂടം ഒരു വൺ വേസ്റ്റ് ടു എനർജി പദ്ധതി ആരംഭിച്ചു. പുതിയ പ്ലാന്റ് ജൈവവിലയം ചെയ്യാവുന്ന മാലിന്യങ്ങൾ സംസ്കരിച്ച് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കും. ഇത് പ്രാദേശിക തെരുവ് വിളക്കുകൾക്കും സമൂഹ അടുക്കളകൾക്കും ഉപയോഗിക്കും. മാലിന്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം പൊതുപയോഗത്തിനായി നവീകരണ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കും.